ഹായ്, ഹലോ. സൂഫിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇസ്ലാമിക് വേൾഡ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് ഒരുപാട് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് സൂഫിസം. ഓക്കെ, സൂഫികൾ, സൂഫിയും സുജാതയും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലേ ഇടയ്ക്കല്ലേ. അപ്പോൾ എന്താണ് സൂഫിസം എന്നുള്ളതാണ്. ഓക്കെ, അതിൽ സൂഫിസം എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ഡിവോഷണൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അതായത് ഒരു സന്യാസിമാരുടെ ഗ്രൂപ്പാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു സന്യാസിമാരുടെ ഗ്രൂപ്പാണ് ഇത്. അവരുടെ ഒരു ഫിലോസഫിയും കാര്യങ്ങളും ഒക്കെ ചേർന്ന് അറിയപ്പെടുന്നതാണ് സൂഫിസം. അവരറിയപ്പെടുന്നത് സൂഫികളെന്നുമാണ്. ഓക്കെ, അപ്പോൾ ഇസ്ലാമിക് ട്രഡീഷനിലുള്ള കൾച്ചേഴ്സിലും അതുപോലെ തന്നെ ദൈവത്തിലുമൊക്കെ അങ്ങേയറ്റം ബിലീവ് ചെയ്യുന്ന എ ഗ്രൂപ്പ് ഓഫ് അസെറ്റിക്സ്. ഓക്കെ, അവരെയാണെന്ന് പറയുന്നത് സൂഫികൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ആ ടേം സൂഫിസം എന്ന് പറയുന്ന ടേം ആക്ച്വലി വരുന്നത് വൂൾ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ്. ഓക്കെ, വൂളൻ ക്ലോത്ത്സ് ഒക്കെ ഇല്ലേ. അപ്പോൾ സൂഫിമാർ ആ കാലഘട്ടത്തിൽ ധരിച്ചിരുന്നതെന്ന് പറയുന്നത് ഇതുപോലുള്ള വൂളൻ ക്ലോത്ത്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് വൂൾ എന്ന് പറയുന്ന ആ ഒരു ടേമിൽ നിന്നാണ് സൂഫി, ആ ഒരു അർത്ഥത്തിലാണ് സൂഫി എന്ന് പറയുന്ന ടേം വന്നിരിക്കുന്നതെന്ന് പല ചരിത്രകാരന്മാരും പറയുന്നുണ്ട്. ഓക്കെ, എനിവേ, ഇവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഭൗതിക ജീവിതം അല്ലെങ്കിൽ ലൗകിക ജീവിതമൊക്കെ വിട്ടതിന് ശേഷം എന്ത് ചെയ്യും, ഒരു വളരെ ഡിവോഷണലായ ലൈഫിലേക്ക് തിരിഞ്ഞ് ജീവിക്കുന്ന ഗ്രൂപ്പാണ് സൂഫികൾ എന്ന് പറയുന്നത്. അവർ ഒരു ആത്മീയത മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, അതായത് മെറ്റീരിയൽ ലൈഫ് ഇല്ല അവർക്ക്. മെറ്റീരിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭൗതിക ജീവിതമാണ്. ഓക്കെ, ആ ഒരു ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആത്മീയതയിലേക്ക് മാത്രം തിരിയും. എന്ന് പറഞ്ഞാൽ ഡിവോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫാണ് കംപ്ലീറ്റ് ആയിട്ട്. മെഡിറ്റേഷനുകളും പ്രേയേഴ്സും ഒക്കെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ കൂടുതലായിട്ടും ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മ്യൂസിക്കിലൂടെയൊക്കെ, അതായത് സിംഗിങ്ങിലൂടെയും മ്യൂസിക്കിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, ദൈവത്തിലേക്ക് എത്താൻ ശ്രമിക്കും. ഓക്കെ, ഒരു കംപ്ലീറ്റ് ഡിവോഷൻ ആൻഡ് കംപ്ലീറ്റ് സറണ്ടർ ടു ഗോഡ് എന്നാണ് പറയുന്നത്. ദൈവത്തിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സമർപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് അവരുടെ. അപ്പം അതിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് സൂഫികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ they believed in a complete surrender to their own personal God, and they had left their material life and they had entered a spiritual life. കംപ്ലീറ്റ് ആയിട്ടൊരു സ്പിരിച്വൽ ലൈഫിലേക്ക് തിരിയും. ഓക്കെ, അവരുടെ ഭൗതിക ജീവിതം ഉപേക്ഷിക്കുന്നു. അവരെന്തിലേക്ക് തിരിയുകയാണ്? മൊത്തത്തിൽ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് തിരിയും. ഓക്കെ, അവർ അവിടെ ഈ പറഞ്ഞതുപോലെയാണ് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യും. സന്യാസി ജീവിതമാണ് അവരുടേത്. അപ്പോൾ ദൈവത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മുഴുകി ജീവിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു സൂഫി സന്യാസിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ബയാസിദ് ബിസ്താമി എന്ന് പറയുന്നത്. ബയാസിദ് ബിസ്താമി. ഓക്കെ, ബയാസിദ് ബിസ്താമി എന്ന് പറയുന്ന ഒരു സൂഫി. അദ്ദേഹത്തിൻ്റെ ഒരു ടീച്ചിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്: ദൈവത്തിലേക്ക് എത്തണമെങ്കിൽ ദൈവത്തിൽ മുഴുകി തന്നെ ജീവിക്കുക എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഓക്കെ, ടു ബി കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ഇൻ ഗോഡ്. ഇനി അതുപോലെ തന്നെ സൂഫിസം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത, അവിടെ ഒരു ജെൻഡർ ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാവർക്കും സൂഫിസത്തിലേക്ക് കടന്നു വരാം. ഓക്കെ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, അതുപോലെ തന്നെ ഏത് കാസ്റ്റിൽപ്പെട്ടവർക്ക് വേണമെങ്കിലും വരാം, അതുപോലെ തന്നെ ഏത് റിലീജിയനിൽ പെട്ടവർക്കും വരാം. ഇസ്ലാം മതത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണെങ്കിലും ഏത് റിലീജിയനിലുള്ളവർക്കും സൂഫിസത്തിൻ്റെ മെമ്പറായി മാറാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഓർത്തഡോക്സ് ആയിട്ടുള്ള ബിലീഫൊക്കെ ഉണ്ടായിരുന്ന മുസ്ലിംസിനൊക്കെ ഇതൊരു വലിയ അടിയായിരുന്നു. കാരണം എല്ലാ കമ്മ്യൂണിറ്റീസിലും ഉള്ളവർക്കും, എല്ലാ ജെൻഡറിൽപ്പെട്ടവർക്കും, എല്ലാ റിലീജിയനിൽപ്പെട്ടവർക്കും ഒക്കെ ഒരേപോലെ സ്ഥാനം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പായി മാറിയത് സൂഫിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു സൂഫി സന്യാസിനിയുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, സ്ത്രീകൾക്കും അതിലേക്ക് കടന്നു വരാം അല്ലേ. അപ്പോൾ അവിടെ റാബിയ എന്ന് പറയുന്ന ഒരു സന്യാസിനി. ഓക്കെ, റാബിയയുടെ രീതി എന്ന് പറയുന്നത് ദൈവത്തിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ദൈവത്തിനോട് അടുത്ത് നിൽക്കുമെന്നാണ്. നേരത്തെ നമ്മൾ ബയാസിദ് ബിസ്താമി എന്ന് പറയുന്ന സന്യാസി പറഞ്ഞൊരു കാര്യം പറഞ്ഞു അല്ലേ, ദൈവത്തിൽ മുഴുകി ജീവിക്കൂ, ദൈവത്തിലേക്ക് എത്താം. റാബി പറഞ്ഞെന്താണ്? ദൈവത്തിനെ എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തും. ഓക്കെ,
ലവ് ടുവേർഡ്സ് ഗോഡ് എന്നുള്ളതിലായിരുന്നു റാബിയ എന്ന് പറയുന്ന സന്യാസിനി ബിലീവ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സൂഫിസം എന്നുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് മെയിൻ പോയിന്റ്സ്? സൂഫിസം എന്ന് പറയുന്ന ആ ഒരു ടേം ഡിറൈവ് ചെയ്തെന്നാണ് വൂളൻ ക്ലോത്ത്സ്, അല്ലെ, വൂളൻ ക്ലോത്ത്സ് ധരിക്കുന്നവർ, കമ്പിളി വസ്ത്രം ധരിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് സൂഫിസം എന്നുള്ള ഒരു ടേം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ബിലീവ് ചെയ്യുന്ന അവരുടെ ഒരു ബിലീഫ് എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് ഡിവോഷൻ ആൻഡ് കംപ്ലീറ്റ് സറണ്ടർ ടു ഗോഡ്, അല്ലെ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? അർപ്പിക്കുകയാണ് അല്ലെങ്കിൽ സമർപ്പിക്കുകയാണ്. ഓക്കെ, ഇനി ഏത് ലൈഫാണ് ഉപേക്ഷിക്കേണ്ടത്? മെറ്റീരിയൽ ലൈഫ് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതം എല്ലാം ഉപേക്ഷിക്കുക. എന്നിട്ട് എന്തിലേക്ക് തിരിയുക? ആത്മീയ ജീവിതത്തിലേക്ക് മാത്രം തിരിയുക, അല്ലെ. ടേൺ ടു ദ സ്പിരിച്വൽ ലൈഫ് ത്രൂ മെഡിറ്റേഷൻ ആൻഡ് ഹാർഡ് അസറ്റിസം, മിസ്റ്റിസം, ഇങ്ങനെയൊക്കെ പറയുന്ന, അല്ലെ, തീവ്രമായ സന്യാസി ജീവിതമാണ്. അതാണ് അസറ്റിക് ലൈഫ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ മിസ്റ്റിസിസം, ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനകളിലും മെഡിറ്റേഷനുകളിലും ഒക്കെ മുഴുകി ഉള്ളൊരു ജീവിതമാണ്. അവർ കൂടുതലായിട്ടും അവരുടെ പ്രേയേഴ്സ്, പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് മ്യൂസിക്കിലൂടെ ആയിരുന്നു ചെയ്യാൻ നോക്കിയിരുന്നത്. അതായത് അവർ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾ, അല്ലെ, അതുപോലെ പോയംസ്, കവിതകൾ, ഇങ്ങനെയുള്ളതൊക്കെ രചിക്കുകയും അത് അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പാടി നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഓക്കെ, അതാണ് മ്യൂസിക് കൺസേർട്ട് എന്ന് പറയുന്നത്. ദേ ട്രൈ ടു പ്രീച്ച് ഗോഡ് ത്രൂ ദെയർ മ്യൂസിക് കൺസേർട്ട്. അപ്പോൾ അതിന് പറയുന്നൊരു ടേമും ഉണ്ട്, ഇസ്ലാമിക് ടേമാണ് സാമ എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു മ്യൂസിക്കിന് പറയുന്നതാണ് സാമ. ഓക്കെ, പിന്നെ 2 വ്യക്തികളുടെ പേര് നമ്മൾ പറഞ്ഞു, അല്ലെ, ആരൊക്കെയാണ്? ബയാസിദ് ബിസ്താമി എന്ന് പറയുന്ന ഒരു സന്യാസി, അദ്ദേഹത്തിന്റെ ചിന്ത എന്തായിരുന്നു പറഞ്ഞു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സന്യാസിനി, അല്ലെ, റാബിയ, ബസ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്നതാണ് റാബിയ. അപ്പൊ റാബിയ ഓഫ് ബസ്ര എന്നാണ് പറയുന്നത്. ഓക്കെ, ബസ്ര എന്ന പ്ലേസിലാണ് റാബിയ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സന്യാസിനിയുടെ ചിന്ത എന്ന് പറയുന്നത് എന്തായിരുന്നു? ദൈവത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യുക? ദൈവത്തിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞതുപോലെയാണ് എല്ലാ മതസ്ഥർക്കും, അല്ലെ, ഏത് ജാതിയിൽപ്പെട്ടവർക്കും, ഏത് മതത്തിൽപ്പെട്ടവർക്കും, ഏത് ജെൻഡറിൽപ്പെട്ടവർക്കും എന്ത് ചെയ്യാം? സൂഫിസത്തിന്റെ ഭാഗമാകാം. അപ്പോൾ ആക്ച്വലി നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇസ്ലാമിക് മതത്തിന്റെ ഒരു പ്യൂരിഫിക്കേഷൻ ആയിരുന്നു സൂഫിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇസ്ലാമിക് മതത്തിന് ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അല്ലെ, നമ്മൾ ആദ്യം തുടക്കത്തിൽ പഠിച്ചതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഷരിയ എന്ന് പറയുന്ന നിയമത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഇസ്ലാമിക് വേൾഡിൽ അല്ലെങ്കിൽ ഇസ്ലാമിക് എംപയറിലുള്ള ആ കിങ്ഡത്തിലുള്ള ഏതൊരു കാര്യവും നടത്തിപ്പോന്നിരുന്നത് ഷരിയ നിയമപ്രകാരമാണ്, അല്ലെ. അവിടുത്തെ മാരേജ് ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ശിക്ഷകൾ കൊടുക്കുന്നതായാലും ശരി തന്നെ, അല്ലെങ്കിൽ പ്രോപ്പർട്ടി കൈമാറുന്ന നിയമങ്ങൾ, ഇതെല്ലാം ഷരിയ നിയമപ്രകാരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്ലാം മതത്തിനകത്തേക്ക് കടന്നു വന്ന ഒരുപാട് ദുരാചാരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യുക? പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൂടിയാണ് ഇത് വന്നത് സൂഫിസം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്, സൂഫിസം. ഓക്കെ, അപ്പൊ മെയിൻ പോയിന്റ്സ് മാത്രം. സൂഫിസം, അല്ലെ, ആ ടേം ഒറിജിൻ ചെയ്തിരിക്കുന്നത് വൂളൻ ക്ലോത്ത്സ്. ദെൻ അവർ ബിലീവ് ചെയ്തിരുന്നത് കംപ്ലീറ്റ് സറണ്ടർ ടു ഗോഡ്, ദൈവത്തിൽ കംപ്ലീറ്റ് ആയിട്ട് സമർപ്പിക്കുക. ദെൻ അസെറ്റിസം, സന്യാസി ജീവിതത്തിനാണ് നമ്മൾ അസെറ്റിക് ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. മിസ്റ്റിസം, ദെൻ മെഡിറ്റേഷൻ. ഇനി ആൾക്കാർ ഉപേക്ഷിക്കേണ്ട ജീവിതം ഏതാണ്? ഗിവ് അപ്പ് മെറ്റീരിയൽ ലൈഫ് ആൻഡ് ഫോളോ spiritual and devotional life. ഓക്കെ, ഇനി അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റൊരു കാര്യമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ മ്യൂസിക്, അല്ല, മ്യൂസിക് കൺസേർട്സ്, പോയംസ്, പ്രേയേഴ്സ്, ഇതിനൊക്കെയാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇനി
നമ്മൾ ഇതിനകത്ത് പഠിക്കുന്ന ഒരേ ഒരു സന്യാസി അല്ലെ, സൂഫി സന്യാസി ബയാസിദ് ബിസ്താമി. എന്താണ്? ദൈവത്തിൽ കംപ്ലീറ്റ് ആയി മുഴുകി ജീവിക്കുക എന്നാണ് പറയുന്നത് അല്ലെ. കംപ്ലീറ്റ് ഇമേഴ്സിഫിക്കേഷൻ ഇൻ ഗോഡ്. ദെൻ അടുത്ത ആള് സന്യാസിനി അല്ലെ, ആരാണ്? റാബിയ ഓഫ് ബസ്ര. ലവ് ഫോർ ഗോഡ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? സൂഫിസത്തിന്റെ ഓൾ റിലീജിയൻ, gender, caste are being allowed to be the part of Sufism അല്ലെ. സൂഫിസത്തിന്റെ ഭാഗമായി മാറാൻ ഏത് കാസ്റ്റിൽപ്പെട്ടവർക്കും ഏത് റിലീജിയനിൽ പെട്ടവർക്കും ഒക്കെ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൂഫിസം വാസ് എ ബ്ലോ ടു ദ ഓർത്തഡോക്സ് ഇസ്ലാമിക് ബിലീഫ്. ഓക്കെ, അതുപോലെ ഇത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? പ്യൂരിഫിക്കേഷൻ ഓഫ് ഇസ്ലാം. ഇസ്ലാമിന്റെ പ്യൂരിഫിക്കേഷൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു മൂവ്മെന്റ് ആണ് സൂഫിസം എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയാണ് സൂഫിസം എന്ന് പറയുന്ന ടോപ്പിക്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇവരുടെ എഡ്യൂക്കേഷനാണ്. ഓക്കെ, ഇസ്ലാമിക് വേൾഡിൽ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ. അപ്പോൾ അതിൽ ഒരുപാട് സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടിരുന്ന പ്ലേസസ് ആണ് എടുത്തു പറയേണ്ടത്. അതിൽ കൂടുതലായിട്ടും ഇസ്ലാമിക് സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടിരുന്നത് ഒന്ന് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കുറേ സെന്റേഴ്സ് നമുക്ക് തന്നെ അറിയാം അല്ലെ. ബാഗ്ദാദ് പോലുള്ള ഏരിയാസ്, അതായത് ക്യാപിറ്റൽ സിറ്റികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുപോലുള്ള സ്ഥലങ്ങൾ. പിന്നെ അലക്സാൻഡ്രിയ എന്ന് പറയുന്ന പ്ലേസ്, ഒരുപാട് സ്കൂൾ ഓഫ് തോട്ടുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചില സ്കൂൾസ് ഓഫ് തോട്ടൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഹനബലി, ഹനഫി, ഷാഫി എന്നൊക്കെ പറയുന്ന സ്കൂൾസ്. അപ്പോൾ അതുപോലെ തന്നെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്, അതായത് അതുവരെയും മതമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതെങ്കിൽ അതിൽ നിന്ന് മാറി അലക്സാൻഡ്രിയ, സിറിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചില സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടു. ഈ സ്കൂളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പുറത്തുനിന്നുള്ള, അതായത് ഗ്രീക്ക് എന്നൊക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ അവരെന്ത് ചെയ്തു, കൊണ്ടുവന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഈ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അതും സയൻസ്, മാത്സ്, ഫിലോസഫി പോലുള്ള സബ്ജക്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക് എംപയറിൽ പഠിപ്പിച്ചിരുന്നതെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇസ്ലാമിക് റിലീജിയനും ഇസ്ലാമിക് ലോസും ആണ്. ഓക്കെ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും കാര്യങ്ങൾ കുറെ കൂടെ വ്യത്യസ്തമാവാൻ തുടങ്ങി. അവർ സയൻസിനും മാത്സിനും ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അതുപോലെ ഫിലോസഫി പോലുള്ള സബ്ജക്റ്റുകളൊക്കെ എന്ത് ചെയ്തു, അവിടെ കടന്നു വന്നു. അത് അവർ കൂടുതലായിട്ടും കടമെടുത്തത് ആരിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ ഗ്രീക്കിൽ നിന്നാണ്. ഓക്കെ, കാരണം ഗ്രീക്കിലാണ് ഒരു കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും നോളജബിൾ ആയിട്ടുള്ള ബുക്കുകൾ അല്ലെ, പുസ്തകങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അവിടെയാണ് ഏറ്റവും നല്ല തിങ്കേഴ്സ് ഉണ്ടായിരുന്നത് ഒരു കാലഘട്ടത്തിൽ. നമ്മുടെ പറയുന്ന പോലെ ഹിസ്റ്ററി പോലും ഉടലെടുത്തത് എവിടെ നിന്നാണ്? ഗ്രീക്കിൽ നിന്നുമാണ് അല്ലെ. ഹെറഡോട്ടസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. തൂസിഡൈഡ്സ് പോലുള്ള ചരിത്രകാരന്മാർ അല്ലെ. ഫാദർ ഓഫ് ഹിസ്റ്ററി ആണ് ആര്? ഈ പറയുന്ന ഹെറഡോട്ടസ് അല്ലെ. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും റിച്ച് ആയിട്ടുള്ള അല്ലെ നോളജ് ഒക്കെ ഉണ്ടായിരുന്ന ഗ്രീക്കിൽ നിന്നും എന്ത് ചെയ്തു, ഒരുപാട് റൈറ്റിങ്സ്, ഒരുപാട് പുസ്തകങ്ങൾ ഈ പറയുന്ന അറബിക് ലാംഗ്വേജിലേക്ക് ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ട് അത് നമ്മളിപ്പോൾ പറഞ്ഞ അലക്സാൻഡ്രിയയിലെയും സിറിയയിലെയൊക്കെ സ്കൂളുകളിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, പഠിപ്പിക്കാൻ തുടങ്ങി. മെയിനായിട്ടും ഫിലോസഫി, അതുപോലെ മാത്തമെറ്റിക്സ്, മെഡിസിൻ, ഇതൊക്കെയായിരുന്നു അവിടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ബുക്കുകൾ. ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേഷൻ നടന്നിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഉമൈദുകളുടെയും അബ്ബാസിദുകളുടെയും കാലഘട്ടത്തിലാണ്. ഡൈനാസ്റ്റി രണ്ടും മറന്നിട്ടില്ലല്ലോ അല്ലെ. അപ്പോൾ ഉമൈദ് ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലും അതുപോലെ തന്നെ നമ്മളീ പറഞ്ഞ
അബ്ബാസിദിന്റെ കാലഘട്ടത്തിലുമാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എന്ത് ചെയ്തിരുന്നത് മറ്റു ലാംഗ്വേജുകളിൽ നിന്നും അറബിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെത്തിയത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ബാഗ്ദാദിൽ ഒരു സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതിനോടൊപ്പം ഒരു വലിയ ലൈബ്രറിയും സ്ഥാപിക്കപ്പെട്ടു. അതൊക്കെ ഒരു വലിയ ചേഞ്ചാണ് അല്ലേ. ഒരു വലിയൊരു ലൈബ്രറി ഒപ്പം ഒരു വലിയ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കപ്പെട്ട എവിടെയാണെന്ന് വെച്ചാൽ ബാഗ്ദാദിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റഡി ലേണിംഗ് സെന്റേഴ്സ് ആയിട്ട് മാറി, സ്കൂളുകളൊക്കെ സ്ഥാപിക്കപ്പെട്ടു. ഇനി ഇതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ നിന്നും ഉള്ള ഒരുപാട് ബുക്കുകൾ എന്ത് ചെയ്തു അവർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഗ്രീസിൽ നിന്നുള്ള ഈ പറയുന്ന ഒരുപാട് അറിവുകൾ അവർക്ക് കിട്ടിയപ്പോൾ അവർ ഒരു തിരിച്ചറിവ് കൂടെ കിട്ടി, ഏതാണ്ട് ഇത്രയും തന്നെ നോളജ് ഉള്ള ഒരു പ്ലേസ് ആണ് ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ നിന്നും ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് റിച്ച് ആയിട്ടുള്ള ബുക്കുകൾ എന്ത് ചെയ്തു അവരങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ നിന്ന് അവർ കൊണ്ടുപോയിരുന്നതും നമ്മുടെ മെഡിസിനൽ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ബുക്കൊക്കെയാണ്. അറിയാലോ, ആയുർവേദ എന്ന് പറയുന്നത് ഇവിടെ ഉടലെടുത്തതാണ് അല്ലെ. വേൾഡ് എമ്പാടും ഫേമസ് ആയി നിൽക്കുന്ന ഒരു മെഡിസിനൽ സിസ്റ്റം ആണതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മെഡിസിനൽ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ബുക്കുകൾ അല്ലെ ഇന്ത്യയിൽ നിന്ന് അവർ കൊണ്ടുപോകാൻ തുടങ്ങി. അതുപോലെ ഇന്ത്യൻ ആസ്ട്രോണമി അവരുടെ വലിയൊരു പഠന വിഷയമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നുള്ള വാനനിരീക്ഷണത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളും അതുപോലെ ജ്യോതിഷ ശാസ്ത്രത്തിനെ കുറിച്ചുള്ള പുസ്തകങ്ങളും ഒപ്പം ഈ പറഞ്ഞതുപോലെ മെഡിസിനെ കുറിച്ചുള്ള പുസ്തകങ്ങളും ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ചുള്ള പുസ്തകങ്ങളും ഒക്കെ എന്ത് ചെയ്തു അവര് കൊണ്ടുപോയി അറബിക് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ പഠിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പം ഈ പറഞ്ഞതുപോലെ അതൊരു വലിയ മാറ്റമായിരുന്നു അറബിക് വേൾഡിന്. അവരും എന്തിലേക്ക് തിരിഞ്ഞു? സയൻസിലേക്കും മാത്സിലേക്കും ഒക്കെ തിരിഞ്ഞു അല്ലെ. സയന്റിഫിക് ആയിട്ടുള്ള തോട്ടുകൾ അവരുടെ ചിന്തകളിലേക്ക് വരാൻ തുടങ്ങി. ഓക്കെ, ഒരുപാട് ഫിലോസഫിക്കൽ ആയിട്ടുള്ള നോളജ് അവർക്ക് കിട്ടി. അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി, അതിനുള്ള ഉത്തരങ്ങൾ അവർ തന്നെ കണ്ടെത്താൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു ഡെവലപ്മെന്റ്, അതായത് ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലേക്ക് എന്ത് ചെയ്തു ഈ പറയുന്ന ഇസ്ലാമിക് എംപയർ കടക്കുന്ന കാലഘട്ടമായിരുന്നു അത്. എപ്പോഴും ഈ പറഞ്ഞതുപോലെയാണല്ലേ, ലേണിംഗ്, ടീച്ചിങ്, നോളജ്, എഡ്യൂക്കേഷൻ, ഇതിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു സമൂഹത്തിന് വളരാൻ പറ്റുകയുള്ളൂ അല്ലെ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ മതമാണ് പഠിപ്പിച്ചിരുന്നതെങ്കിൽ അത് കഴിഞ്ഞ ഒരു ചേഞ്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അവര് പുതിയ പുതിയ സബ്ജക്റ്റുകളിലേക്ക് തിരിയാൻ തുടങ്ങി. എസ്പെഷ്യലി ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നും അവർക്ക് കിട്ടിയിരുന്ന ഫിലോസഫികൾ, അതുപോലെ മാത്തമെറ്റിക്സിന്റെ അറിവുകൾ അല്ലെ, ഒപ്പം മെഡിസിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ അലക്സാൻഡ്രിയ, സിറിയ, അതുപോലെ മെസപ്പൊട്ടോമിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ സ്കൂളുകൾ സ്ഥാപിക്കപ്പെടുകയും അവിടെയെല്ലാം ഈ പറയുന്ന സബ്ജക്റ്റുകൾ പഠിപ്പിക്കാനും തുടങ്ങി. അതോടൊപ്പം ബാഗ്ദാദിൽ അല്ലെ ഒരു വലിയ ലൈബ്രറി പ്ലസ് എ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ വലിയ ചേഞ്ച്. ഒപ്പം നമ്മളെടുത്ത് പറയേണ്ടത് ഗ്രീസിൽ നിന്നുള്ള നോളജ് മാത്രമല്ല അല്ലെ, അവർ ഇന്ത്യയിൽ നിന്നുള്ള നോളജും പ്രിഫർ ചെയ്യാൻ തുടങ്ങി. ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ ആസ്ട്രോണമി, ഇന്ത്യൻ മെഡിസിൻ പോലുള്ള സബ്ജക്റ്റുകൾ അല്ലെ, അതൊക്കെ അവിടേക്ക് കടന്നു ചെല്ലാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ അവർ സയന്റിഫിക് ആയിട്ടുള്ള തിങ്കിങ്ങിലേക്ക് മാറി. അപ്പോൾ അവരുടെ ഇന്റലക്ച്വൽ എബിലിറ്റി എന്ന് പറയുന്നത് കുറെ കൂടെ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അവരുടെ ലിറ്ററേച്ചറിലേക്കുള്ളതും സയൻസിലും മാത്സിലും മെഡിസിനിലും ഒക്കെ ഉള്ള ഒരു കോൺട്രിബ്യൂഷനിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്. ഓക്കെ, ഇനി ആ കാലഘട്ടത്തിൽ അവിടെ തന്നെ ജീവിച്ചിരുന്ന ഒരു വലിയ മെഡിസിനിലേക്ക് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരു വ്യക്തിയുണ്ട്. അതാണ് ഇബിൻ സിന എന്ന് പറയുന്നത്. അതാണ് നമ്മൾ അടുത്ത ടോപ്പിക്. എന്തായാലും നമ്മുടെ മെയിൻ പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് നമുക്ക് അതിലോട്ട് പോവാം. ഓക്കെ, ഏറ്റവും കൂടുതൽ സ്കൂളുകളൊക്കെ സ്ഥാപിക്കപ്പെട്ടിരുന്ന സ്ഥലമാണ് ആദ്യം അറിയേണ്ടത് അല്ലെ, അലക്സാൻഡ്രിയ, സിറിയ, പിന്നെ മെസപ്പൊട്ടോമിയ, അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത് ഗ്രീക്ക് ഫിലോസഫി, ബുക്സ് ഓഫ് മെഡിസിൻ, ദെൻ ഗ്രീക്ക് ഫിലോസഫി, മെഡിസിൻ, അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടിയിരുന്ന
സയൻസിനെ കുറിച്ചുള്ള അറിവുകൾ. ഇത് കഴിഞ്ഞാൽ അല്ലെ ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേഷൻ, അതായത് ബാക്കിയുള്ള ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നൊക്കെ അറബിക് ലാംഗ്വേജിലേക്ക് ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് ആരുടെയൊക്കെ കാലഘട്ടത്തിലാണ്? ഉമായിദിന്റെയും അബ്ബാസിദിന്റെയും കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേഷനുകൾ സംഭവിച്ചിരുന്നത്. ഓക്കെ, അതും ഏത് ലാംഗ്വേജിലേക്കെന്നുള്ളത് പറയണം. ടു അറബിക്. ഇനി വരുന്നത് ബാഗ്ദാദിലെ കാര്യമാണ്. ബാഗ്ദാദിൽ എന്താണ് വന്നത്? സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് എ ബിഗ് ലൈബ്രറി. ഓക്കെ, ഇതിനെ അറിയപ്പെട്ടിരുന്ന ഒരു പേരുണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ, ബൈത്ത് അൽ ഹിക്കാമി എന്നാണ്. ബൈത്ത് അൽ ഹിക്കാമി. ഇനി ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ബുക്കുകൾ. ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ മെഡിസിൻ, ആസ്ട്രോണമി. ഓക്കെ, സോ ഇസ്ലാമിക് എംപയറിലുള്ള അല്ലെ അവിടുത്തെ പോപ്പുലേഷന്റെ ഇന്റലക്ച്വൽ എബിലിറ്റി ഒക്കെ കൂടി അവര് സയന്റിഫിക് തോട്ടിലേക്ക് തിരിഞ്ഞു. ഓക്കെ, ഇത്രയാണ് നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇബിൻ സിന, അതായത് മെഡിസിനിലേക്ക് ഒരു വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയ വ്യക്തിയാണ് ഇബിൻ സിന. ഓക്കെ, ഇബിൻ സിനയുടെ ഒരു ബുക്കുണ്ട്, അതാണ് കാനൺ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടും. കാനൺ ഓഫ് മെഡിസിൻ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ്. മെഡിസിനിലേക്കുള്ള ഒരു വലിയ കോൺട്രിബ്യൂഷൻ ആയിരുന്നു അത്. ഓക്കെ, കാനൺ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ ഇസ്ലാമിക് ടേം ആണ് അൽ ക്വിനാൻ ഫിൽ തിബ്. അൽ ക്വിനാൻ ഫിൽ തിബ്. അൽ ക്വിനാൻ ഫിൽ തിബ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ബുക്കിൻ്റെ തന്നെ യഥാർത്ഥ പേരാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് അല്ലെങ്കിൽ വേർഡിങ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതാണ്? കാനൺ ഓഫ് മെഡിസിൻ. ഓക്കെ, ഇനി ഇദ്ദേഹത്തിൻ്റെ തന്നെ പേഴ്സണലായിട്ട് ഇദ്ദേഹം ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് മെഡിസിനിൽ. സ്വന്തമായിട്ട് ഒരുപാട് റിസർച്ചുകൾ, ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ, അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം അതിൻ്റെ ഈ വർക്കിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം ഏതാണ്ട് 760ഓളം ഡ്രഗ്സിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. ഡ്രഗ്സ് മീൻസ് മെഡിസിൻ ആണ് കേട്ടോ. ഓക്കെ, അല്ലാതെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, മെഡിസിൻസ് അല്ലെ. മെഡിസിൻസ് എന്ന് പറയുന്ന ഡ്രഗ്സ് തന്നെയല്ലേ, പല പല കെമിക്കൽ ഡ്രഗ്സ് ആണല്ലേ. അപ്പോൾ ഈ പറയുന്ന പോലെ അങ്ങനെ ഏതാണ്ട് 760ഓളം മെഡിസിൻസിനെ കുറിച്ച് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ ഓരോ രോഗങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്, ഡയഗ്നോസിസ് എന്ന് പറയും. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് രോഗമാണ് അല്ലെ, അതിൻ്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്തുന്നതാണ്. അതിനാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടെത്താനുള്ള രീതികളെ കുറിച്ച് അതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഒട്ടുമിക്ക രോഗങ്ങളെയും ചികിത്സയുടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മെഡിസിനൽ ചികിത്സയിലൂടെ അല്ലാതെ തന്നെ എന്ത് ചെയ്യാം, ഇല്ലാതാക്കാം എന്ന് അദ്ദേഹം അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്തുന്നത് കൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങൾ ഇല്ലാതാകും എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ ഈ പറഞ്ഞ പോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. മെഡിസിനൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഡയറ്ററി ഹാബിറ്റ് അല്ലെ, നമ്മുടെ ഡയറ്റിലൂടെ, നമ്മുടെ ആഹാര രീതികളിലൂടെ എങ്ങനെ നമുക്ക് ആരോഗ്യവാനായിട്ടിരിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലൈമറ്റിലൊക്കെ വരുന്ന വേരിയേഷൻസ്, ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ നമുക്ക് പലപ്പോഴും ജലദോഷവും പനിയും ഒക്കെ വരാറില്ലേ. അപ്പോൾ ക്ലൈമറ്റ് നമ്മുടെ ഹെൽത്തിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ജീവിച്ചിരിക്കുന്ന എൻവയോൺമെൻറ്റ് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു വളരെ വാസ്റ്റ് ആയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടും എഴുതിയിരിക്കുന്ന ഒരു മെഡിസിനൽ ബുക്കാണ് ഇത്, അൽ ക്വിനാൻ ഫിൽ തിബ് അല്ലെങ്കിൽ കാനൺ ഓഫ് മെഡിസിൻ, റിട്ടൺ ബൈ ഇബിൻ സിന. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ ഒരു ബുക്കിനെ യൂറോപ്യൻസ് വരെ കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ യൂറോപ്യൻസ് ഇത് കൊണ്ടുപോയപ്പോൾ ഇബിൻ സിന എന്നുള്ള പേരിന് പകരം അവർ യൂസ് ചെയ്യുന്ന ഓദറിന്റെ പേര് മറ്റൊന്നായിരുന്നു. ഓക്കെ, അവസിന എന്നൊരു ടേം ആണ് അവിടെ കാണപ്പെട്ടിരുന്നത്. ഒരുപക്ഷെ ഇബിൻ സിന എന്നുള്ളത് എങ്ങനെയെങ്കിലും മാറിപ്പോയതായിരിക്കാം അല്ലെ. എന്തായാലും വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യപ്പെട്ടിരുന്ന ഒരു മെഡിസിനൽ ഗ്രന്ഥമാണ് ഇത് അൽ കുനാൻ ഫിൽ തിബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പിന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യം ഒരു പോയറ്റിന്റെ കാര്യമാണ്. അതായത് ഒമർ ഖയാം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. വളരെ പ്രശസ്തനായ ഒരു പോയറ്റാണ്. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം എന്ന് പറയുന്നത് ഈ പറയുന്ന അൽ കുനാൻ ഫിൽ തിബാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി അത് വായിച്ച് അദ്ദേഹം മരിച്ചുപോയി എന്ന് ചോദിക്കരുത്, അങ്ങനെയല്ല. അദ്ദേഹം അത് വായിച്ചുകൊണ്ടിരിക്കവേ എങ്ങനെയോ മരിച്ചുപോയി. ഇനി അതിനകത്ത് ഈ അസുഖങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് പേടിച്ച് മരിച്ചാണോ എന്ന് അറിയത്തില്ല. എനിവേ, അങ്ങനെ ഒരു മെൻഷനിങ് പലയിടത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒമർ ഖയാമിന്റെ മരണത്തിന് മുമ്പായിട്ട് അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം ഇതായിരുന്നു എന്ന്. എന്തായാലും അതിന്റെ ഇമ്പോർട്ടൻസ് ഓർത്തേക്കുക അല്ലെ. ഏതാണ്ട് 760ഓളം മെഡിസിനുകളെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. അദ്ദേഹം തന്നെ നടത്തിയ ഒരുപാട് റിസർച്ചുകളും എക്സ്പെരിമെന്റുകളും അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അല്ലെ. ഇനി ഒരു രോഗത്തിനെ എങ്ങനെ തിരിച്ചറിയാം അല്ലെ, ഡയഗ്നോസിസ് പ്രോസസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ രോഗങ്ങളെ എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടത് അല്ലെ, മെഡിസിൻ ഉപയോഗിക്കാതെ തന്നെ പല രോഗങ്ങളെയും ഇല്ലാതാക്കാമെന്ന് പറയുന്നു. എങ്ങനെയാണ്? നമ്മുടെ ഡയറ്റിലൂടെ അല്ലെ, നമ്മുടെ ആഹാര രീതികളിൽ വരുത്തുന്ന നല്ല മാറ്റങ്ങളിലൂടെ ഒരുപാട് രോഗങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ നമ്മുടെ എൻവയോൺമെന്റിന് അല്ലെ, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ഹെൽത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, നമ്മുടെ ക്ലൈമറ്റിൽ വരുന്ന മാറ്റങ്ങൾ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തിനെ സ്വാധീനിക്കുന്നത്, മോശമായിട്ട് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇബിൻ സിന, അദ്ദേഹത്തിന്റെ വർക്ക്, കാര്യങ്ങൾ. അപ്പോൾ 3 ടോപ്പിക്സ്: സൂഫിസം, അത് കഴിഞ്ഞിട്ടെടുത്തത് അവരുടെ സയൻസിലേക്കും അല്ലെ ലിറ്ററേച്ചറിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ്, പിന്നെ ഈ പറഞ്ഞ ഇബിൻ സിനയുടെ മെഡിസിനൽ കോൺട്രിബ്യൂഷൻ. ഓക്കെ, താങ്ക് യു.